കുറേ പ്രേക്ഷകരുണ്ട് ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലൊക്കെ. പക്ഷെ അവരെല്ലാവരും കുറേ ആൾക്കാർ, നല്ല കുറേ ആൾക്കാരുണ്ട്, അവരൊന്നും പറയില്ല കേട്ടാ. കുറേ ആൾക്കാർ കുറേ ആവശ്യങ്ങൾ വിളിച്ച് പറയും. എന്താ വെച്ചാൽ, എന്താണോ നിനക്ക് കരിങ്കണ്ണുണ്ടല്ലോ, കോങ്കണ്ണനാണോടാ, നിനക്ക് വേറെ പണിയില്ലടാ, നിൻ്റെ കണ്ണട വെച്ചിട്ടുള്ള കളി നിർത്തടാ, നിനക്ക് വയസ്സതി പോയി പണിയെടുക്കടാ, ജീവിക്കടാ എന്നൊക്കെ പറഞ്ഞിട്ട് കണ്ണാടേനെ പറ്റിയിരുന്നു, കൂളിംഗ് ഗ്ലാസിനെ പറ്റിയിരുന്നു വലിയ ആക്രമണം ഞാനും മമ്മൂട്ടിയും ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ കണ്ണാടയുടെ പിന്നിൽ വലിയൊരു കഥയുണ്ട്. ആ കഥ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മമ്മൂട്ടിയായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള ഒരു കഥയാണ്. അതെന്തായാലും നമുക്കൊന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇവർക്കൊരു സമാധാനം കിട്ടട്ടെ. കണ്ണാട വയ്ക്കുന്നുണ്ടാണ്. മമ്മൂട്ടി ചിലപ്പോൾ കണ്ടു കഴിഞ്ഞാൽ എന്നെ ചീത്ത പറയും. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മമ്മൂട്ടീനെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത്, ഞാൻ തൃശ്ശൂരിലെ വലിയൊരു ഹോട്ടലിലെ തൃശ്ശൂർ എലൈറ്റ് ഇൻ്റർനാഷണലിലെ ഒരു റൂം ബോയ് ആയിരുന്നു. അപ്പോൾ അന്നത്തെ കാലത്ത് തൃശ്ശൂർ വേറൊരു ഹോട്ടലും വലുതില്ല. ഏറ്റവും വലിയ ഹോട്ടൽ ഇതാണ്, 3 സ്റ്റാർ ഹോട്ടൽ. ഇന്നിപ്പോൾ ഇഷ്ടം പോലെയൊക്കെയായി. ഏറ്റവും ഉയരം കൂടിയ ഹോട്ടൽ ഇപ്പോൾ അത് തന്നെയാണ്. എന്നിരുന്നാലും അവിടെ ഒരു 5-10 കൊല്ലം വർക്ക് ചെയ്തിട്ടുണ്ട്. അന്നത്തെ കാലത്തെ എല്ലാ സിനിമകളും ഷൂട്ട് ചെയ്യാൻ തൃശ്ശൂർ വരുന്നതെല്ലാം എലൈറ്റിലാണ് എല്ലാവരും താമസിക്കുക. ജയൻ്റെ പടങ്ങൾ, ചാകര, അതുപോലെ തന്നെ മമ്മൂട്ടി മോഹൻലാലിൻ്റെ ഒരുപാട് പടങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ അപ്പോൾ ഇതുപോലെ തന്നെ ഒരു ദിവസം കാലത്ത് ഒരാൾ കാർ പാർക്കിൽ ഒരു സൂക്കേഴ്സും കൊണ്ട് ഒരു കാറിൽ നിന്ന് ഇറങ്ങി വരുന്നുണ്ട്. നോക്കുമ്പോൾ മമ്മൂട്ടീന്, അന്ന് മമ്മൂട്ടി തൃഷ്ണ കഴിഞ്ഞ് വരുന്ന സമയമാണ്, ഊട്ടിയിൽ ഷൂട്ടിങ് കഴിഞ്ഞ് വരുന്ന സമയം. നോക്കിയപ്പോൾ ഈ ഭാഗത്ത് മുഴുവൻ ഭയങ്കര പരിക്ക്, ചുവന്ന കളറായിട്ടിരിക്കുക. മൂപ്പരങ്ങനെ റൂമിൽ വന്നിട്ട് ചായ കൊണ്ടെടുത്ത് ഞാനപ്പോൾ ചോദിച്ചാൽ എന്താണ് മുഖത്ത് ഇങ്ങനെ വെച്ച് പറഞ്ഞു, ഒരു കാല് തെറ്റി ഒരു സ്ഥലത്തേക്ക് വീണതാണ്, അപ്പോൾ ഉരഞ്ഞതാണെന്ന് പറഞ്ഞു. അപ്പോൾ മൂപ്പര് പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് മേക്കപ്പുമേ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലായി. അപ്പോൾ അതുകൊണ്ട് ഇതൊന്ന് മാറ്റാൻ നമുക്ക് എന്തെങ്കിലും വഴിയുണ്ടോ ചെയ്യും. അപ്പോൾ ഞാൻ പറഞ്ഞു എന്ത് വഴിയാണ്, നമുക്ക് ഡോക്ടറെ വിളിച്ചു കഴിഞ്ഞാൽ ഡോക്ടറെ കാണാമല്ലോ, ഡോക്ടർ ഒന്ന് എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്തു തരല്ലോ. വാങ്ങി അത് പറ്റില്ല. ഇവിടെ മുഖത്ത് ഒരു കെമിക്കലും ചെയ്യാൻ പാടില്ല. ചെയ്ത് കഴിഞ്ഞാൽ അത് അതിനേക്കാളും വലിയ അലർജിയായിട്ട് മാറും. ആയുർവേദമായിട്ട് വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഉണ്ട്, ഞാൻ കൊണ്ടുവരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പോയി ഒരു ആയുർവേദത്തിൻ്റെ ഒരു കൂട്ട് കൊണ്ടുപോയി ആൾക്ക് കൊടുത്തു. ആളതൊക്കെ തേച്ച് ഒറ്റ ദിവസം കഴിഞ്ഞപ്പോൾ ആൾക്ക് റിസൾട്ട് കിട്ടി. എന്ന് വെച്ചാൽ മേക്കപ്പ് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു പരിക്ക് കാണാൻ പറ്റാത്ത രീതിയിൽ കണ്ടീഷനായി. അപ്പോൾ മൂപ്പര് വലിയ താങ്ക്സ് ഒക്കെ പറഞ്ഞ് അന്നത്തെ കാലത്ത് ഒരു 50 രൂപയും തന്നു. അന്നത്തെ കാലത്ത് 50 രൂപ 500 രൂപ. അങ്ങനെ അത് കഴിഞ്ഞ് മൂപ്പര് പോയി. അതന്ന് എന്തിനോ പൂക്കുന്ന പൂക്കൾ എന്ന് പറഞ്ഞ ആ പടത്തിൻ്റെ ഷൂട്ടിങ് തൃശ്ശൂരായിരുന്നു കംപ്ലീറ്റ്. അന്ന് മൂപ്പര് അത് വന്നു. അത് കഴിഞ്ഞ് പോയിട്ട് മൂപ്പര് പിന്നെ വന്നത് ഒരു നോക്ക് കാണാൻ എൻ്റെ പടത്തിൻ്റെ ഷൂട്ടിങ് തൃശ്ശൂരായിരുന്നു. അംബിക, ശങ്കർ, എല്ലാവരും താമസിക്കുന്ന ലൈറ്റിൽ തന്നെയാണ്. അപ്പോൾ അന്ന് അത് ചെയ്തതിൻ്റെ ഒരു നന്ദി കൂടി ആളെന്ന് ഓർത്ത് പറഞ്ഞെന്നോട്. അന്നും കിട്ടിയ ഒരു 50 രൂപ തന്നെ. അപ്പോൾ അങ്ങനെ ഒരു കണക്ഷൻ ഉണ്ട്. അത് കഴിഞ്ഞ് പിന്നെ വർഷങ്ങളോളം നമ്മളവിടെ നിന്ന് പോകുന്നു. അത് കഴിഞ്ഞ് വർഷങ്ങളോളം മമ്മൂട്ടീനെ കണ്ടുമില്ല. മമ്മൂട്ടീൻ്റെ പടങ്ങളൊക്കെ വലിയ ഇഷ്ടമാണ്, എല്ലാം കാണും. ഒരു സാഹചര്യത്തിലും കാണാറില്ല. പിന്നെ ആ കാലത്ത് തന്നെ IV ഐശ്വര്യ ഇനിയെങ്കിലും എന്ന് പറഞ്ഞ പടം കളക്ടറേറ്റിലാണെന്ന് ഷൂട്ടിങ്, അതിനും വന്നിട്ടുണ്ടായിരുന്നതാണ്. അതിന് 2-3 പടത്തിനെ ഞാൻ കണ്ടിട്ടുള്ളൂ. അത് കഴിഞ്ഞതിന് ശേഷം വർഷങ്ങൾ കഴിഞ്ഞിട്ട് വർഷം എന്ന് പറഞ്ഞൊരു പടത്തിൻ്റെ ഷൂട്ടിങ് തൃശ്ശൂർ നടക്കുന്നുണ്ടാണ്. അപ്പോൾ ഒന്ന് പഴയ ഓർമ്മ പുതുക്കാൻ വേണ്ടി, അതിൻ്റെ പ്രൊഡക്ഷൻ കൺട്രോളിൽ നമുക്കൊരു പരിചയമുള്ള ആളാണ്. അദ്ദേഹത്തോട് പറഞ്ഞപ്പോൾ ആ ഷൂട്ടിങ് നടക്കുന്ന വീട്ടിലേക്ക് നമുക്ക് കടക്കാൻ പറ്റി. അങ്ങനെ അവിടെ ചെന്നപ്പോൾ അവിടെ വളരെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ. മമ്മൂട്ടിയുണ്ട്, ആശാശരത്തൊക്കെ 2 പേരും കൂടിയുള്ള ആ വീടാണ്. അവിടെ ചെന്ന് മമ്മൂട്ടീനെ കണ്ട് സംസാരിച്ചു. അപ്പോൾ മൂപ്പർക്ക് ഒരു പരിചയമില്ല, ഒരു ഓർമ്മയുമില്ല. അങ്ങനെ ഞാൻ അങ്ങോട്ട് ഓർമ്മിപ്പിച്ചു, എന്തെങ്കിലും ഒരു ഇത് വേണ്ട, ഒരു ക്ലൂ അങ്ങോട്ട് കൊടുത്തു. അന്ന് ഇവിടെ ഇന്ന സംഭവങ്ങളൊക്കെ ഉണ്ടായില്ലേ എന്നൊക്കെ പറഞ്ഞു. അപ്പം ഓർക്കുന്നുണ്ട്. അപ്പോൾ വലിയ മാറ്റങ്ങൾ എനിക്കും ഉണ്ടായിട്ടുണ്ട്, ആൾക്കും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ പറഞ്ഞു എനിക്ക് ഓർക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നിൽക്കുന്ന സമയത്ത് അങ്ങേരെ അവിടെ ഭയങ്കര ഒരു തൃശ്ശൂരിലെ വലിയൊരു കൂളിംഗ് ഗ്ലാസിൻ്റെ വലിയൊരു വ്യാപാരി കുറേ കൂളിംഗ് ഗ്ലാസ് കൊണ്ടുവച്ചിട്ടുണ്ട് അവിടെ. അപ്പോൾ ആ കൂളിംഗ് ഗ്ലാസ്സൊക്കെ മൂപ്പര് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക. കണ്ണുകളിൽ വെച്ച് നോക്കും, അതുപോലെ തന്നെ ഫോട്ടോ എടുത്ത് നോക്കും, ക്യാമറയിൽ എടുത്ത് നോക്കും. അങ്ങനെ അപ്പോൾ എന്താ വെച്ചാൽ ഇത് കഴിഞ്ഞിട്ട് മൂപ്പർക്ക് ഒരു 4-5 കൂളിംഗ് ഗ്ലാസ് വെച്ചുള്ള ഒരു പടത്തിലേക്ക് അത് കഴിഞ്ഞ ആൾ പോണത്. അപ്പോൾ അതിന് വേണ്ടിയുള്ള കൂളിംഗ് ഗ്ലാസ് സെലക്ഷൻ നടക്കുക അവിടെ. മൂപ്പരെ കയ്യിൽ ഒരുപാടുണ്ട്, പക്ഷെ അതൊന്നും പോരാ, വേറെ എടുക്കാനായിട്ടാണ് മൂപ്പര് നോക്കണത്. അങ്ങനെ നിൽക്കുന്ന സമയത്ത് മൂപ്പര് പറഞ്ഞു ഒരു കാര്യം ചെയ്യും, ഇവനൊരു കൂളിംഗ് ഗ്ലാസ് കൊടുത്തോ, അതിൻ്റെ കാശ് ഞാൻ തന്നോളാം, നമ്മളെ പഴയ കാലത്തൊന്ന് സഹായിച്ചിട്ടുള്ള ആളാണെന്ന് പറഞ്ഞത്. അപ്പോൾ അങ്ങേര് തന്നതാണ് ഈ കൂളിംഗ് ഗ്ലാസ്.
അപ്പോൾ അതുകൊണ്ട് ഉറങ്ങുമ്പോൾ ഇത് വെച്ച് കിടക്കും. ഇപ്പം ഇത്രയും പറഞ്ഞു നൽകി ഇനി കൂളിംഗ് ഗ്ലാസ് വെച്ച് വീഡിയോ ചെയ്യുന്നതിന് ആദ്യം ഈ ചീത്ത പറയില്ല. മമ്മൂട്ടിയുടെ ഐശ്വര്യം പോലെ തന്നെ നമുക്ക് കൂളിംഗ് ഗ്ലാസ് ഇട്ട് ചെയ്യുമ്പോൾ നമുക്ക് അതിന് നല്ല വ്യൂസ് വരുന്നുണ്ട്, ആൾക്കാർ നല്ല അഭിപ്രായം ഉണ്ട്. ഇങ്ങനെ കുറച്ച് ആൾക്കാർ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ അസഭ്യം പറയുന്നത് മാത്രമല്ല, അതൊന്നും കുഴപ്പമില്ല. അതൊക്കെ നമുക്ക് കേട്ട് നമ്മുടെ ചെകിടിന് നല്ല തയമ്പാണ്. ഇത്രയേ ഉള്ളൂ, നമുക്ക് വീഡിയോ ഇവിടെ നിർത്താം.